ഈ അടുത്ത് നമ്മൾ ഊട്ടി പോയിട്ടുണ്ടായിരുന്നു ട്ടോ. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങളാണേ. അതിൽ ഫസ്റ്റത്തെ ഈ ടിടിഡിസിയുടെ ഈ ബോട്ട് ഹൗസ് ആണ് ട്ടോ. ശരിക്കും നമ്മൾ പോകുന്ന ഒരു ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണിത്. എടുത്ത് പറയേണ്ടത് ഇവരുടെ വൃത്തി തന്നെയാണ് ട്ടോ. ഇതിനൊക്കെ എന്തെങ്കിലും കരടൊക്കെ വീണെങ്കിൽ ചേച്ചിമാര് വന്ന് റെഗുലർ ആയിട്ട് ഇത് വൃത്തിയാക്കുന്നുണ്ട്. ഇതൊരു മാൻ മെയ്ഡ് ലേക്കാണ്. സ്റ്റിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ട്ടോ. ഇപ്പൊ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും. പലതരം ബോട്ടുണ്ട്. പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട് ഒക്കെ ആയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ട്ടോ. രണ്ടാമത്തെ ഈ മിനി ട്രെയിൻ സ്റ്റേഷനാണ്. അവിടെ തന്നെയാണിത്. ഇത് ശരിക്കും എന്താ പറയാ, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ ട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ട്ടോ. ഒരു 10 മിനിറ്റേ ഉള്ളെങ്കിലും അത് വർത്താണ്. ആ പൈസയ്ക്ക് അത് വർത്താണ്. നമ്മൾ സിനിമയിലൊക്കെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ക്ലാസ്മേറ്റ്സ് മൂവിയിൽ ഇതിന്റെ ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഈ ട്രെയിൻ അല്ല, ഒറിജിനൽ ടോയ് ട്രെയിൻ തന്നെയാണ്. പക്ഷെ എന്നാലും നല്ലൊരു വൈബാണ് ഇതിരിക്കാൻ ട്ടോ. നമുക്ക് അതുപോലെയൊക്കെ തോന്നും. അപ്പൊ ഒരു സൈഡ് നോക്കുമ്പോൾ വലിയ മരങ്ങളാണെങ്കിൽ അപ്പർ സൈഡ് നമ്മൾ കാണുന്നത് ലേക്ക് വ്യൂ ആണ് ട്ടോ. നമ്മൾ ബോട്ടിങ്ങിന് പോകുന്ന ലേക്ക് ഉണ്ടല്ലോ, അതിന്റെ വ്യൂ തന്നെയാണ് കാണുന്നത്. അത് ആ ഒരു 10 മിനിറ്റ് ശരിക്കും വർത്താണ്. നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ യാത്രയായിരിക്കും ഇത്. ഇതൊരു മസ്റ്റ് ട്രൈ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ട്ടോ. അത്രയധികം ഇത് ടിക്കറ്റ് ഫീസും ഇല്ല താനും. മൂന്നാമത്തേത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഊട്ടിയിൽ പോയ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണണം എന്നുള്ളത് ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ പോയി കണ്ടതാണ്. നോർമൽ ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നില്ല. പക്ഷെ രസമുണ്ട് കാണാൻ. പൂക്കളും ഒക്കെ ആയിട്ട്. പിന്നെ അവിടെയുള്ള ഊട്ടിയിലെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു ബിൽഡിംഗ് തന്നെയാണ്. ശരിക്കും നമുക്കൊരു ബ്രിട്ടീഷ് കൾച്ചർ, അവരെ ബിൽഡിംഗ് ഒക്കെ അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് തോന്നും ട്ടോ. അതാണ് ഒരു സംഭവം തോന്നിയത്. ബാക്കിയെല്ലാം നോർമൽ ഒരു